കാലിൽ ശ്രവണേന്ദ്രിയമുള്ള ജീവി ചിവീട്. കുതിരയുടെ ജന്മനാട് മധ്യ ഏഷ്യ. തവിട്ടു ചെന്നായ ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ്? തുർക്കി. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലിസ്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം. വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം തായ്ലാൻഡ്. ആനയുടെ ക്രോമസോം സംഖ്യ എത്രയാണ്? 56. പാറ്റയുടെ ചിറകുകളുടെ എണ്ണം എത്ര? 4. ആണവ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ജീവി? പാറ്റ. സംതിങ് റോങ്. തേനീച്ച. പൂച്ചകളെ ആരാധിച്ചിരിക്കുന്ന വിഭാഗം? ഈജിപ്തുകാർ. പൂച്ചകളെ ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേര് എന്താണ്? എലിയൂറോഫോബിയ. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം? കടുവ. മയിലുകൾ കൂടുതൽ കാണപ്പെടുന്നത് ഏത് വനമേഖലകളിലാണ്? വരണ്ട ഇലപൊഴിയും കാടുകളിൽ. ആശയവിനിമയത്തിന് നൃത്തം ചെയ്യുന്ന ഷഡ്പദം ഏത്? ചിത്രശലഭം. കോടനാട് ആന പരിശീലന കേന്ദ്രം ഏത് ജില്ലയിലാണ്? എറണാകുളം. ആനയുടെ ഗർഭകാലം എത്ര ദിവസമാണ്? 645. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആഫ്രിക്കൻ ആന. താഴെ പറയുന്നവയിൽ ആന സംസ്ഥാന മൃഗമല്ലാത്ത സംസ്ഥാനം? ജാർഖണ്ഡ്, കേരളം, ഒറീസ, ഛത്തീസ്ഗഡ്. ഉത്തരം ഛത്തീസ്ഗഡ്. തവളയുടെ ക്രോമസോം സംഖ്യ എത്രയാണ്? 26. പാറ്റയുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത്? നിംഫ്. രൂപാന്തരണം നടക്കുന്ന നട്ടെല്ലുള്ള ജീവിക്ക് ഉദാഹരണമാണ്? സംതിങ് റോങ്. പാറ്റയുടെ രക്തത്തിന്റെ നിറം എന്താണ്? നിറമില്ല. വിജ്ഞാനത്തിന്റെ പ്രതീകമായ പക്ഷി? മൂങ്ങ. പ്രകൃതിയുടെ തോട്ടി എന്ന് അറിയപ്പെടുന്ന പക്ഷി? കാക്ക. പശുവിന്റെ ഗർഭകാലം എത്രയാണ്? 279 മുതൽ 299 ദിവസം വരെ. ആഴക്കടൽ മത്സ്യബന്ധനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ കമ്മിറ്റി? മുരാരി കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്ലോണിങ്ങിലൂടെ പിറക്കാത്ത പന്നി ഏത്? മില്ലി, ക്രിസ്റ്റ, .com, തെഗു. ഉത്തരം തെഗു. ലിറ്റിൽ നിക്കി ക്ലോണിങ്ങിലൂടെ പിറന്ന ഡാഷ് ആണ്? പൂച്ച. ലോകത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഒളിവർ അസ്റ്റിൻ. കടലിലെ പഴയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ജീവി? നീർനായ. ടി-റെക്സ് എന്നത് ഒരു ഡാഷ് ആണ്? ദിനോസർ. ഏറ്റവും കൂടുതൽ കുതിരകൾ ഉള്ള രാജ്യം? ചൈന. ആഹാരം കഴുകി മാത്രം കഴിക്കുന്ന ജീവി? റക്കൂൺ. ഡെവിൽ ഫിഷ് എന്ന് അറിയപ്പെടുന്ന ജീവി? നീരാളി. പാമ്പുകളെ കുറിച്ചുള്ള പഠനത്തെ എന്തു വിളിക്കുന്നു? ഓഫിയോളജി. വിമാനങ്ങൾക്ക് പക്ഷികളുടെ ആകൃതി നൽകുന്നത് എന്തിനാണ്? വായുസമ്മർദ്ദം കുറയ്ക്കാൻ. ആദ്യത്തെ ക്ലോണിംഗ് പശു ഏതാണ്? വിക്ടോറിയ.
ആദ്യത്തെ ക്ലോണിംഗ് ആട് ഏതാണ്? പോളി. ആദ്യത്തെ ക്ലോണിംഗ് മാൻകുട്ടി ഏതാണ്? ഡൂയി. ആദ്യത്തെ ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? സലീം അലി. കാഴ്ച കൊണ്ടല്ലാതെ വഴി അറിയുന്ന സസ്തനി ഏതാണ്? വവ്വാൽ. ശരീരത്തിൽ രോമാവരണമില്ലാത്ത സസ്തനി ഏതാണ്? തിമിംഗലം. ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ടുവട്ടോറ. ആദ്യത്തെ ക്ലോണിംഗ് കാട്ടുപോത്ത് ഏതാണ്? നോവ. പകൽ സമയത്ത് മാത്രം കടിക്കുന്ന കൊതുകുകൾ ഏതാണ്? ഈഡിസ് ഈജിപ്റ്റി. മൊയിലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? സ്പെയിൻ. പക്ഷികളുടെ ശരീരോഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 41. നാജ നാജ എന്നത് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? മൂർഖൻ. പാമ്പുകളില്ലാത്ത രാജ്യം ഏതാണ്? ന്യൂസിലാൻഡ്. കോഴിമുട്ട വിരിയാനാവശ്യമായ അനുകൂല ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37. പെൺജീവി ഇടുന്ന മുട്ട വയറ്റിലെ അറയിൽ സൂക്ഷിക്കുന്ന ആൺജീവി ഏത്? കടൽ കുതിര. കോഴിമുട്ടയുടെ വെള്ളക്കുരുവിൽ പകുതിയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ? ഓസിൻ. നായയുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? പപ്പി. സിംഹഗർജനത്തിന്റെ ഉച്ചത എത്ര ഡെസിബൽ ആണ്? 90. കാലുകൾ കൊണ്ട് സ്വാദറിയുന്ന ജീവി? ചിത്രശലഭം. മണ്ണിരയുടെ വിസർജനാവയവം ഏതാണ്? നെഫ്രീഡിയ. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വ്യാപാരം തടയുന്ന സംഘടന ഏതാണ്? ട്രാഫിക്. പൂച്ച ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട്? 16. രാജപാളയം എന്നത് ഒരു തരം നായയാണ്. താറാവ് മുട്ട വിരിയാൻ എത്ര ദിവസം വേണം? 28. ഡോഗ് ഡേയ്സ് എന്നറിയപ്പെടുന്ന മാസം? കന്നി. കുളമ്പ് രോഗ ചികിത്സ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. നെയ്യിന്റെ മഞ്ഞ നിറത്തിന് കാരണം? കരോട്ടിൻ. ഏറ്റവും വലിയ കരൾ ഉള്ള ജീവി ഏതാണ്? പന്നി. പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷം? 2009. ഇന്ത്യയിൽ ആദ്യമായി പന്നിപ്പനി മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? പൂനെ. ആസാമിന്റെ സംസ്ഥാന മൃഗം? കണ്ടാമൃഗം. വിഷപ്പാമ്പുകളില്ലാത്ത രാജ്യം? മഡഗാസ്കർ. പാമ്പുകളുടെ ശരാശരി ആയുസ് എത്രയാണ്? 25 വർഷം. കരയിൽ വിഷം കൂടുതലുള്ള പാമ്പ്? രാജവെമ്പാല. പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്നത് ആരെയാണ്? A.O. ഹ്യൂം. ജംഗിൾ ബുക്ക് എഴുതിയത് ആരാണ്? റുഡ്യാർഡ് കപ്ലിംഗ്. കഴുകന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? അൽബേനിയ. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായ വർഷം? 2010.
ഹോൾസെയിൽ പശുവിന്റെ ജന്മനാട് ഹോളണ്ട്. രോഗമുള്ള പശുവിന്റെ പാൽ കുടിക്കുന്നത് മൂലം മനുഷ്യനിലുണ്ടാകുന്ന രോഗം മാൾട്ടാപ്പനി. കരൺ ഫ്രീ പശുവിന്റെ ജന്മദേശം ഹരിയാന. മാട്ടുപ്പെട്ടിയിൽ ഇൻഡോസിസ് പ്രൊജക്ട് ആരംഭിച്ച വർഷം 1990. മാട്ടുപ്പെട്ടിയിൽ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം പശു ഏതാണ്? സുനന്ദിനി. കന്നുകാലി സെൻസസ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോൾ? 5. ഏറ്റവും വലിയ പാമ്പ് ഏതാണ്? അന്നക്കോണ്ട. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകൾ ഉള്ള ജീവി? പാമ്പ്. രാജ രവിവർമ്മയുടെ ചിത്രങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത്? മയിൽ. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന പക്ഷി വവ്വാൽ. ഫ്രാൻസിന്റെ ദേശീയ പക്ഷി കാട്ടുകോഴി. കോഴിമുട്ടയിൽ കാണപ്പെടാത്ത വിറ്റാമിൻ സി. ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആടിന്റെ ക്രോമസോം സംഖ്യ എത്രയാണ്? 60. പശുവിന്റെ ക്രോമസോം സംഖ്യ എത്രയാണ്? 60. നേപ്പാളിന്റെ ദേശീയ മൃഗം പശു. കുളമ്പ് രോഗത്തിന് കാരണം വൈറസ്. ഭ്രാന്തി പശു രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ബ്രിട്ടൻ. പശുവിന്റെ ആമാശയത്തിലെ അറകളുടെ എണ്ണം 4. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ഏതാണ്? ചേര. പ്രസവിക്കുന്ന പാമ്പ് ഏതാണ്? അണലി. ഏറ്റവും ആഴത്തിൽ നീന്താൻ കഴിവുള്ള പക്ഷി പെൻഗ്വിൻ. അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. ദേശാടന പക്ഷികൾ എത്തുന്ന കുമരകം ഏത് ജില്ലയിലാണ്? കോട്ടയം. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യത്തെ ജീവി ചെമ്മരിയാട്. ജന്തുക്കളുടെ പേരെഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? ലാറ്റിൻ. ജീവശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ലാ മാർക്ക്. ആനിമൽ ഫാം ആരുടെ കൃതിയാണ്? ജോർജ് ഓർവെൽ. ലോക ജന്തുജന്യ ദിനം എന്നാണ്? ജൂലൈ 6. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. വന്യജീവി വാരം എന്നാണ്? ഒക്ടോബർ 2 മുതൽ 8 വരെ. വൈൽഡ് ലൈഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഡെറാഡൂൺ. പരിണാമ പ്രക്രിയയിലെ ആദ്യത്തെ ജന്തുവിഭാഗം മത്സ്യങ്ങൾ. ബാക്ടീരിയ ഉൾപ്പെടുന്ന ജന്തുവിഭാഗം ഏത്? മൊണീറ. ബാക്ടീരിയ ഷഡ്പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജന്തുവിഭാഗം ഏത്? ആർത്രോപോഡ. കോർഡേറ്റ എന്ന ഏതു ജന്തുവിഭാഗത്തിൽപ്പെടുന്നവയാണ്? മനുഷ്യൻ. വനത്തിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്നത് ബീവർ. മനുഷ്യന് തുല്യം ക്രോമസോം സംഖ്യയുള്ള ജീവി ഏതാണ്? മുയൽ. അങ്കാറ എന്നത് ഏതിനം ജീവിയാണ്? മുയൽ. കാനഡയുടെ ദേശീയ മൃഗം ബീവർ. പയറി ഡോഗ് എന്നറിയപ്പെടുന്ന ജീവി വെരുക്.
വെള്ളം കുടിക്കാത്ത ജീവി എന്നറിയപ്പെടുന്നത് കങ്കാരു എലി. മത്സ്യങ്ങളുടെ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട്? 2. മത്സ്യങ്ങളുടെ പ്രജനന കാലം ജൂൺ ജൂലൈ മാസം. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യബന്ധനം. ഞണ്ടിന്റെ കാലുകളുടെ എണ്ണം 10. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന മൃഗം സിംഹം, 90 ഡെസിബൽ. ഗുജറാത്തിലെ ഗീർവനത്തിലെ സംരക്ഷിത മൃഗം സിംഹം. മാതംഗലീല എന്ന പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആന. ഏറ്റവും വലിയ മനുഷ്യക്കുരങ്ങ് ഏതാണ്? ഗൊറില്ല. ഫെലിസ് ഡൊമസ്റ്റിക്ക എന്നത് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? പൂച്ച. കരയിലെ ഏറ്റവും വേഗത കൂടിയ ജീവി ഏതാണ്? ചീറ്റ. ഹിമപ്പുലി ഏത് സംസ്ഥാനത്തിന്റെ മൃഗമാണ്? ഹിമാചൽ പ്രദേശ്. ആൺകടുവയ്ക്ക് പെൺസിംഹത്തിലുണ്ടാകുന്ന കുട്ടിയെ വിളിക്കുന്ന പേര് എന്താണ്? ടൈഗൺ. പാന്തീറ ടൈഗ്രീസ് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? കടുവ. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ. റഷ്യയുടെ ദേശീയ മൃഗം കരടി. ജിറാഫിന്റെ കഴുത്തിലെ എല്ലുകളുടെ എണ്ണം 7. രക്തസമ്മർദ്ദം ഏറ്റവും ഉയർന്ന ജീവി ഏതാണ്? ജിറാഫ്. ജിറാഫ് നദി ഒഴുകുന്നത് ഏത് രാജ്യത്തു കൂടെയാണ്? സുഡാൻ. ചിമ്പാൻസിയുടെ ക്രോമസോം സംഖ്യ എത്രയാണ്? 48. ബഹുജൻ സമാജ് വാദി പാർട്ടിയുടെ ചിഹ്നം ഏതാണ്? ആന. പ്രൊജക്ട് എലിഫന്റ് കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? പെരിയാർ. ഞണ്ടിൽ ലിംഗപരിവർത്തനം നടത്തുന്ന ജീവി ഏത്? സക്കുലിന. ക്യാൻസർ ചികിത്സയുടെ പ്രതീകമായ ജീവി ഏതാണ്? ഞണ്ട്. തലയിൽ ഹൃദയമുള്ള ജീവി ചെമ്മീൻ. മരം കയറുന്ന മത്സ്യം അനാബസ്. മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തിമിംഗല സ്രാവ്. ഫോസിൽ മത്സ്യം എന്നറിയപ്പെടുന്നത് സിലാകാന്ത്. കേരളത്തിലെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? പനങ്ങാട്. ബ്രിട്ടന്റെ ദേശീയ മൃഗം സിംഹം, മലേഷ്യ. നായയുടെ ക്രോമസോം സംഖ്യ എത്രയാണ്? 70. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ജീവി ലൈക്ക. ചെന്നായ ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ്? ഇറ്റലി. നീണ്ടകരയിൽ ഇൻഡോ നോർവീജിയൻ മത്സ്യബന്ധന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന്? 1953. രാജസ്ഥാന്റെ സംസ്ഥാന മൃഗം ഏതാണ്? മാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മത്സ്യം ഏതാണ്? മിസ് കേരള, കടൽ ചേന, സ്റ്റാർഫിഷ്, കടൽവെള്ളരി. മിസ് കേരള. കൊലയാളി മത്സ്യം എന്നറിയപ്പെടുന്നത് പിരാന. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിൻ. ചാളക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക്. ഡോഗ് ഫിഷ് എന്നറിയപ്പെടുന്ന മത്സ്യം ഗംഗാ ഡോൾഫിൻ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. ഏറ്റവും വലിയ തരുണാസ്ഥിയുള്ള മത്സ്യമേത്? സ്രാവ്. എന്തിനെ കുറിച്ചുള്ള പഠനമാണ് സൈനോളജി?
നായ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ നായ സ്നപ്പി. നായയുടെ ഗർഭകാലം എത്ര ദിവസമാണ്? 60. വിയറ്റ്നാമിന്റെ ദേശീയ മൃഗം എരുമ. ആദ്യത്തെ ക്ലോണിംഗ് എരുമ ഏതാണ്? സംരൂപ. താഴെ പറയുന്നവയിൽ സങ്കരയിനം എരുമയ്ക്ക് ഉദാഹരണമാണ് അങ്കാറ, മുറ, യാക്ക്, ഇഞ്ചാസ്. ഉത്തരം മുറ. ഗജരാജ ദിനം എന്നാണ്? ഒക്ടോബർ 4. ഡോൾഫിൻ പോയിന്റ് എവിടെയാണ്? കോഴിക്കോട്. 100-ലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ജീവി ഏത്? പൂച്ച. ക്ലോണിംഗ് പൂച്ചയുടെ പേര് എന്താണ്? കിറ്റൺ. ഗുജറാത്തിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? സിംഹം. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? സിംഹമുദ്ര. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? നെയ്യാർ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? നീർക്കുതിര. ഫിൻലാൻഡിന്റെ ദേശീയ മൃഗം ബീവർ. ചിലന്തിയുടെ ശ്വസനാവയവം? സംതിങ് റോങ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിന. ചിലന്തിയുടെ ശ്വസനാവയവം ബുക്ക് ലങ്ങുകൾ. ചിലന്തിയെ കുറിച്ചുള്ള പഠനം അരാക്നോളജി. ഷഡ്പദങ്ങളുടെ വിസർജനാവയവം മാൽപീജിയൻ നാളികൾ. മസ്ക ഡൊമസ്റ്റിക്ക എന്നത് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ഈച്ച. ഈച്ചയുടെ ലാർവയ്ക്ക് വിളിക്കുന്ന പേര് എന്താണ്? മഗ്സ്. പക്ഷികളുടെ രാജാവ് കഴുകൻ. കഴുകന്മാരുടെ നാട് എന്നറിയപ്പെടുന്നത് അൽബേനിയ. കഴുകന്റെ കുഞ്ഞ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇംഗ്ലണ്ട്. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷി പ്രാവ്. തമിഴ്നാടിന്റെ സംസ്ഥാന പക്ഷി പ്രാവ്. ഭൂട്ടാന്റെ ദേശീയ പക്ഷി കാക്ക. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. കോങ്കോ പനിക്ക് കാരണം വൈറസ്. പ്രൈമേറ്ററുകൾ എന്ന സസ്തനി വിഭാഗത്തിൽ വരുന്ന ജീവി മനുഷ്യൻ. പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. ഓർണിത്തോളജിയുടെ പിതാവ് ആര്? അരിസ്റ്റോട്ടിൽ. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ 12. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. കാസിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം കണ്ടാമൃഗം. എന്ത് രൂപാന്തരം പ്രാപിച്ചാണ് കണ്ടാമൃഗത്തിന്റെ കൊമ്പ് രൂപം കൊള്ളുന്നത്? രോമം. കുതിരകളെ കുറിച്ചുള്ള പഠനം ഹിപ്പോളജി. ബുദ്ധന്റെ കുതിരയുടെ പേര് എന്താണ്? കാന്തകൻ. ഒരു കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? 746. കാശ്മീർ വാരി എന്നത് എന്താണ്? ചെമ്മരിയാട്. ആദ്യത്തെ ക്ലോണിംഗ് ഒട്ടകമേത്? ഇഞ്ചാസ്. ഒട്ടകത്തിന്റെ ഒരു കാലിലെ വിരലുകളുടെ എണ്ണം 2. പ്രസിദ്ധമായ ജല്ലിക്കെട്ട് നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ടിബറ്റൻ കാള എന്നറിയപ്പെടുന്ന ജന്തു യാക്ക്. പാമ്പിൻ വിഷം പരിശോധിക്കുന്ന ഹോഫ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊടൈക്കനാൽ.
പാമ്പിൻ വിഷത്തിന്റെ നിറം എന്താണ്? മഞ്ഞ. കൂടുകൂട്ടുന്ന പാമ്പ് ഏതാണ്? രാജവെമ്പാല. ലൂയിസ് കരോളിന്റെ ആലീസ് ഇൻ വണ്ടർലാൻഡിൽ പരാമർശിക്കുന്ന പക്ഷി? ഡോഡോ. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? മന്ത്. ന്യൂസിലാൻഡിന്റെ ദേശീയ പക്ഷി? കിവി. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണു കോശമുള്ള ജീവി? ഒട്ടകം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം? ആന. ചുവന്ന വേർപ്പ് കണങ്ങളുള്ള ജീവി? ഹിപ്പോപ്പൊട്ടാമസ്. ഉൽപാദനശേഷി കൂടുതലുള്ള ജീവി? കാള. നാഗാലാൻഡിന്റെ സംസ്ഥാന മൃഗം? മിഥുൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകൾ ഉള്ള സംസ്ഥാനം? കർണാടക. അണലി വിഷം ബാധിക്കുന്ന ശരീരാവയവം? വൃക്ക. തേനീച്ചക്കൂടിന്റെ ആകൃതി? ഹെക്സാഗൺ. കോഴിമുട്ട വിരിയാൻ എത്ര ദിവസം വേണം? 21. ഏറ്റവും ചെറിയ പക്ഷി? ഹമ്മിങ് ബേർഡ്. ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി. മൗറീഷ്യസിന്റെ ദേശീയ പക്ഷി? ഡോഡോ. കൂട് കൂട്ടുന്ന ഷഡ്പദമേത്? കാഡിസ്. സ്പാരോ കമാൽ എന്നറിയപ്പെടുന്ന പക്ഷി? ഒട്ടകപ്പക്ഷി. ആസ്ട്രേലിയയുടെ ദേശീയ പക്ഷി? എമു. ലിനക്സിന്റെ ചിഹ്നത്തിലുള്ള പക്ഷി ഏതാണ്? പെൻഗ്വിൻ. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം? വരയാട്. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്നത്? ആസ്ട്രേലിയ. ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം? വരയാട്. പാമ്പുതീനി എന്നറിയപ്പെടുന്നത് എന്താണ്? ഏതാണ്? രാജവെമ്പാല. റഷ്യയുടെ ദേശീയ മൃഗം? കരടി. ആസ്ട്രേലിയയുടെ ദേശീയ മൃഗം? കങ്കാരു. കങ്കാരുവിന്റെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ജോയ്. ആയുസ് കൂടുതലുള്ള ജീവി? ആമ. ആമകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത്? ഗാലപ്പോഗോസ്. ആമകളുടെ പ്രജനനത്തിന് പേരുകേട്ട കൊളാവി കടപ്പുറം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ഏറ്റവും കൂടുതൽ ഗർഭകാലമുള്ള ജീവി ഏതാണ്? ആന. ഏറ്റവും കൂടുതൽ പൂച്ചകൾ ഉള്ള രാജ്യം? അമേരിക്ക. പോയിന്റ് കാലിമാർ പക്ഷി സങ്കേതം എവിടെയാണ്? തമിഴ്നാട്. പറമ്പിക്കുളം ടൈഗർ റിസർവ് നിലയിൽ വന്ന വർഷം? 2010. പാകിസ്ഥാന്റെ ദേശീയ മൃഗം ഏതാണ്? മാർഗോർ. ഇന്ദ്രാവതി കടുവ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ഛത്തീസ്ഗഡ്. ആനയുടെ എല്ലുകളുടെ എണ്ണം? 286. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കരയിലെ ജീവി? ആന. കടൽ കുതിരയ്ക്ക് വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? ഹിപ്പോകാമ്പസ്. ബ്യൂസിഫാലസ് ആരുടെ കുതിരയായിരുന്നു? അലക്സാണ്ടറുടെ. ഇന്ത്യയിൽ കാട്ടുകഴുതകൾക്കുള്ള വന്യജീവി സങ്കേതം എവിടെയാണ്? ഗുജറാത്ത്. പെയിന്റഡ് ലേഡി എന്നറിയപ്പെടുന്നത് എന്താണ്? ചിത്രശലഭം.
മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഇത് ഒട്ടകം. ചിരിക്കുന്ന മത്സ്യം ഡോൾഫിൻ. ഫോസിൽ മത്സ്യം സിലാഖാന്ത്. ഭീകര മത്സ്യം എന്നറിയപ്പെടുന്നത് പിരാന. സമയമറിയിക്കുന്ന പക്ഷി ഏതാണ്? കാക്ക. അന്റാർട്ടിക്കയിലെ യതികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പെൻഗ്വിൻ. വിഡ്ഢിപ്പക്ഷി എന്നറിയപ്പെടുന്ന പക്ഷി താറാവ്. പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്ന ജീവി വവ്വാൽ. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവി വവ്വാൽ. സമാധാനത്തിന്റെ പ്രതീകം പ്രാവ്. പ്രകൃതിയുടെ കലപ്പ മണ്ണിര. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്നത് പക്ഷി കാക്ക. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി മൂങ്ങ. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി കഴുകൻ. പാമ്പുതീനി എന്നറിയപ്പെടുന്നത് ആരെയാണ്? രാജവെമ്പാല. ടിബറ്റൻ കാള എന്നറിയപ്പെടുന്നത് യാക്ക്. പാവപ്പെട്ടവന്റെ പശു ആട്. കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്നത് ബീവർ. മരം കയറുന്ന മത്സ്യം അനാബസ്. പാവപ്പെട്ടവന്റെ മത്സ്യം ചാള അഥവാ മത്തി. സസ്യഭോജിയായ മത്സ്യം കരിമീൻ. ഹെലികോപ്റ്റർ പക്ഷി എന്നറിയപ്പെടുന്ന പക്ഷി ആകാശക്കുരുവി. അലങ്കാര മത്സ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏഞ്ചൽ ഫിഷ്. കാട്ടിലെ മരപ്പണിക്കാർ മരം കൊത്തി. ജ്ഞാനത്തിന്റെ പ്രതീകം മൂങ്ങ. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ചേര. കർഷകന്റെ മിത്രം മൂങ്ങ. എലിപ്പനിയുണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറാജിക. മനുഷ്യന്റെ അസ്ഥികൂടത്തിൽ ആകെ അസ്ഥികളുടെ എണ്ണം 206. ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഗ്രഹം ചൊവ്വ. ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം സോഡിയം. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് നിലനിർത്തുന്നത് ഇൻസുലിൻ. കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. കരളിനെ ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1609 കിലോമീറ്റർ. നോനോ 1.609 കിലോമീറ്റർ. ശൂന്യാകാശത്തേക്ക് ആദ്യം അയക്കപ്പെട്ട ജീവി നായ. ലൈക്ക എന്ന നായ. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയത് ഏതിലാണ്? ചെറുനാരങ്ങയിൽ. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? 7.4. എന്തുകൊണ്ടാണ് മിനുസമുള്ള തറയിൽ സ്പർശിക്കുമ്പോൾ പരുവരുത്ത തറയേക്കാൾ തണുപ്പ് അനുഭവപ്പെടുന്നത്? സ്പർശന സ്ഥലം കൂടുതൽ ആയതിനാൽ. ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഏത്? സൾഫൂരിക് ആസിഡ്. പിച്ചള ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കരമാണ്? ചെമ്പും സിങ്കും. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാക്.
അന്തസ്രാവ ഗ്രന്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പീയൂഷ ഗ്രന്ഥി. എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് O. താഴെ ഇല്ല. എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് 2012 ലണ്ടനിൽ വെച്ച് നടന്നത്? 30. ലണ്ടൻ ഒളിമ്പിക്സിൽ ഏറ്റവും വേഗതയേറിയ പുരുഷ താരമായത് ജമൈക്കയുടെ ഡാഷ് ആണ്, ഉസൈൻ ബോൾട്ട്. 2013 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെ വെച്ച്? ഇന്ത്യയിൽ. 2014 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ രാജ്യം സ്കോട്ട്ലാൻഡ്. ഇന്ത്യയിൽ നിലവിലുള്ള ഹൈക്കോർട്ടുകളുടെ എണ്ണം 24. സമാധാനം, അഭിവൃദ്ധി, പുരോഗതി എന്നത് ഏത് ഗെയിംസിന്റെ ആപ്തവാക്യമാണ്? സാഫ് ഗെയിംസ്. ചെക്ക് മേറ്റ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് രാജ്യത്തിന്റെ പാർലമെന്റാണ് നാഷണൽ പഞ്ചായത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്? നേപ്പാൾ. ഇന്ത്യ ബംഗ്ലാദേശിന് മാനുഷിക പരിഗണനയിൽ വിട്ടുകൊടുത്ത ഇടനാഴിയാണ് തീൻ ബെഗ ഇടനാഴി. പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ച ചൈനീസ് നേതാവ് ചൗ എൻ ലായ്. ഹൈബർനേഷൻ എന്നാൽ എന്താണ്? ശിശിര നിദ്ര. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ കീഴിലുള്ള മൊബൈൽ സർവീസ് ഏതാണ്? ഐഡിയ. യുദ്ധകാലത്ത് വെള്ള ഫ്ലാഗ് പറത്തിയാൽ അതിനർത്ഥം എന്താണ്? സമാധാനം. ടെലിഫോൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഗ്രീക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ഹൻസ മേത്ത. ബ്ലൂ ടൈഗർ എന്നത് ചിത്രശലഭം. സ്വവർഗ വിവാഹത്തിന് നിയമസാധ്യത നൽകിയ ആദ്യ രാജ്യം നെതർലാൻഡ്. എവറസ്റ്റ് ചമോ ലുംഗുമ എന്ന പേരിൽ അറിയപ്പെടുന്നത് എവിടെയാണ്? ടിബറ്റ്. സത്യം ശിവം സുന്ദരം എന്നത് ഏതിന്റെ ആപ്തവാക്യമാണ്? ദൂരദർശൻ. ഡാർവിൻ പര്യടനം നടത്തിയ കപ്പലിന്റെ പേര് HMS ബീഗിൾ. മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് സൽമാൻ റുഷ്ദി. ചോളത്തിന്റെയും വാനിലയുടെയും ജന്മനാട് മെക്സിക്കോ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ. ക്രിസ്റ്റഫർ റീവ് ജീവൻ നൽകിയ അമാനുഷിക കഥാപാത്രം സൂപ്പർമാൻ. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ഏത്? ജർമ്മൻ. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 7. ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ ഒഴുകുന്നത് ഏത് വൻകരയിലൂടെയാണ്? തെക്കേ അമേരിക്ക. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? നെതർലാൻഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച വർഷം 1945. സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ്. താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യം വിയറ്റ്നാം. സെന്റ് അവസ്ഥ ഏത് മതക്കാരുടെ വിശുദ്ധ ഗ്രന്ഥമാണ്? പാഴ്സി. ലൈവ് ഏത് രാജ്യത്തിന്റെ നാണയമാണ്? ബൾഗേറിയ. ലോക ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്?
ഹാത്ത് ഷേപ്പ് സൂത്ത്. സാംസങ് മൊബൈൽ കമ്പനിയുടെ ആസ്ഥാനം ദക്ഷിണ കൊറിയ. ഊട്ടോപ്പിയ എന്ന കൃതിയുടെ കർത്താവ് തോമസ് മൂർ. ഫുക്കുഷിമ ആണവ നിലയം ഏത് രാജ്യത്താണ്? ജപ്പാൻ. യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പവിത്ര നഗരം ജെറുസലേം. ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് കെന്നത്ത് കൗണ്ട. ലോകത്ത് ഏറ്റവും കൂടുതലുള്ള മനുഷ്യവർഗം മംഗ്ലോയിഡ്. ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ കമ്പനി മോട്ടോറോള. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് നൗറു. ലുഫ്താൻസ ഏത് രാജ്യത്തിന്റെ വിമാന സർവീസാണ്? ജർമ്മനി. ഇന്ത്യയുടെ വിവരാവകാശ കമ്മീഷൻ ചെയർമാനെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു. പാകിസ്ഥാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മംനൂൻ ഹുസൈൻ. 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്ന നഗരം ഏതാണ്? ദോഹ. ക്ലാസിക്കൽ പദവി ലഭിക്കാത്ത ഭാഷ ഹിന്ദി. കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പ താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്ത് നിന്നുള്ള ആളാണ്? അർജന്റീന. വിവാദമായ കൂടംകുളം ആണവ വൈദ്യുത നിലയം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുനെൽവേലി. ഇന്ത്യയിലെ ആദ്യത്തെ ടെലിഗ്രാഫ് സർവീസ് 1850 നിലവിൽ വന്നത് ഏത് സ്ഥലങ്ങൾ തമ്മിലായിരുന്നു? കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെ. കേരള നിയമസഭയുടെ 125 വാർഷികം 2012 ആഗസ്റ്റ് 23 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കെ ശങ്കരനാരായണൻ. ഫുക്കുഷിമ ആണവ നിലയം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജപ്പാൻ. ചെന്നൈയിൽ വെച്ച് നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിശ്വനാഥൻ ആനന്ദിനെ പരാജയപ്പെടുത്തിയ മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനാണ്? നോർവേ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? പുതുതായി രൂപീകരിക്കപ്പെട്ട കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം. സച്ചിൻ തെണ്ടുൽക്കറിനൊപ്പം ഭാരതരത്നം പ്രഖ്യാപിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? CNR റാവു.